ഇല്ല, അതിപ്പം നമ്മളുടെ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു സിനിമ നന്നാകുമ്പോൾ ഏത് സിനിമയും നന്നായാൽ നമ്മൾ സന്തോഷിക്കണം. കാര്യം അതൊരു വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ സിനിമ നന്നായിട്ട് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമാവും. പിന്നെ നമ്മുടെ സിനിമ പോലും നന്നായിട്ട് ഓടുമ്പം ഒരു സന്തോഷം തോന്നില്ലേ? അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ സിനിമയും. ഈ സിനിമ എന്ന് പറയുന്നത് അവരുടെ മാത്രം സിനിമയല്ല അല്ലേ, ഇതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനൊരു നെയിമും കാര്യങ്ങളുള്ളതുകൊണ്ട് അവർക്ക് കൂടുതൽ ഹൈപ്പ് കിട്ടുന്നു. അല്ലെങ്കിൽ ഇത് എല്ലാവരുടെയും കൂടെ സിനിമയാണ്, ഇത് ജൂഡിൻ്റെ സിനിമയാണ്. ഞാൻ ഇതിനെ കൂടുതൽ എപ്പോഴും ഞാൻ എൻ്റെ ഡയറക്ടറെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതിപ്പം ആ വിശ്വാസം ചിലപ്പോൾ തെറ്റിപ്പോവാം, പക്ഷേ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം. ഞങ്ങളെ ഈ ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്യേണ്ടത്. ഞാനും ഇതിൽ അഭിനയിച്ച ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് തന്നെയാണ് തുടക്കം എന്നുള്ള സിനിമ. അപ്പോൾ അത് നല്ല ആ കോൺഫിഡൻസിന് ഈശ്വരൻ നല്ലൊരു ഒരു ഗിഫ്റ്റ് തുടക്കമാകട്ടെ എന്ന്. ഈ സിനിമയുടെ ഔട്ട്പുട്ട് വരുന്ന സമയത്തുള്ള നമുക്കറിയാലോ, നമ്മളത്രയും വിശ്വസിച്ചിട്ടാണ് സിനിമ നമ്മളിലേക്ക് എത്തിയത്. അപ്പോൾ ജൂഡ് ചെയ്തോളും, അല്ലെങ്കിൽ ജൂഡിന് പണി അറിയാം എന്നൊക്കെ വിശ്വസിച്ചിട്ടായിരിക്കുമല്ലോ ഇതിൻ്റെ പ്രൊഡ്യൂസറും അവരൊക്കെ നമ്മളെ വിശ്വസിച്ചപ്പോൾ. എൻ്റെ പാക്കപ്പിൻ്റെ എന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രഷർ എടുത്തിട്ടുള്ളൊരു സിനിമ ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ പ്രഷർ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഏറ്റവും നന്നായിട്ട് മായയെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. കാരണം പുതിയൊരു ആക്ട്രസ്സാണ്, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഇതിനു മുമ്പ് ക്യാമറയുടെ മുമ്പിൽ ചിലപ്പോൾ ഒരു സീനായിട്ട് ചെയ്ത് കാണത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളെ കയ്യിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയൊരു പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രഷർ ഞാൻ എൻജോയ് ചെയ്യണം. കാരണം ഞാൻ മോണിറ്ററിൽ കാണുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. കാരണം ടേക്ക് ചിലപ്പോൾ 1-2 കൂടുതൽ പോയാലും അത് വരുന്ന ഔട്ട് നല്ലതാണ്. പിന്നെ മായയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഈസിയാണ്. കാരണം മായ ഓൾറെഡി ഫുൾ പ്രിപ്പയർ ആയിട്ടായിരിക്കും വരുന്നത്, ഫുൾ സീൻ അറിയാം. അപ്പോൾ മായ ഫുൾ അറിയാം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. എന്തെങ്കിലും അവിടെ ഇവിടെ ചെറിയ കറക്ഷൻ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. പക്ഷേ പിന്നെ പങ്ക്ച്വലാണ്, നമ്മൾ എപ്പോൾ പറഞ്ഞാലും വരും, എത്ര നേരം വേണമെങ്കിലും കാത്തുവെക്കും. മായയുടെ ഷൂട്ട് കഴിഞ്ഞാലും മായ പോവില്ല. പിന്നെ മായയ്ക്ക് നമ്മളൊരു ദിവസം വെയിൽ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ക്രിക്കറ്റൊക്കെ കളിച്ചു തുടങ്ങും അവിടെ പോയിട്ട്. അപ്പോൾ ഫുൾ ടീമിൻ്റെ കൂടെ ബ്ലെൻഡായിട്ട് നിന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. അത് മായനെ പരിചയപ്പെടുന്ന എല്ലാവർക്കും മായ പെട്ടെന്ന് ഇഷ്ടമാവും എന്ന രീതിയിൽ. അപ്പം അതെ, അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ വലിയ പ്രഷറൊന്നും ഇല്ലായിരുന്നു. എൻ്റെ പ്രഷർ മുഴുവൻ ഇതിൻ്റെ ഔട്ട്പുട്ട് വൃത്തിയായിട്ട് വരണം എന്നുള്ളൊരു പ്രഷറായിരുന്നു. പക്ഷെ അത് എല്ലാ സിനിമകളും ചെയ്യുമ്പോൾ ഉണ്ടായി. ഈ സിനിമയിൽ കുറച്ച് കൂടുതൽ നമുക്കൊരു ഉത്തരവാദിത്തമാണല്ലോ, അതുകൊണ്ട്